തടിയുള്ള ഒരു വസ്തു കടക്കുക എന്ന് നാലാമതായി പറഞ്ഞു. എന്നാൽ ഒരാളെ സംശയം, പുകവലിച്ചാൽ നോമ്പ് മുറിയുമോ? അത് തടിയുള്ള വസ്തുവാണോ? അതെ, ഇമാമികൾ പറയുന്നത് സ്മോക്കിംഗ് കൊണ്ടും നോമ്പ് മുറിയും. അതിൽ സ്ഥൂല വസ്തുക്കൾ ഉള്ളത് കൊണ്ട്, അത് സ്വന്തം പ്രവൃത്തി കൊണ്ടുമാണ്. നോമ്പ് മുറിയണമെങ്കിൽ അറിഞ്ഞുകൊണ്ടും സ്വയം ഇഷ്ടത്തിലും മനഃപൂർവമായി ആയിരിക്കണം. എന്നാൽ നിങ്ങൾ നോക്കൂ, നാം സഞ്ചരിക്കും, ബസ്സിൽ പോകുമ്പോഴായി ധൂൾ വന്നു, കുറെ ധൂളിന്റെ പൊടി, അങ്ങനെ അത് മൂക്കിന്റെ ഉള്ളിലേക്ക് പോയി. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല എങ്കിൽ നോമ്പ് മുറിയുകയില്ല. പക്ഷേ ഒരിടത്ത് കത്തിക്കുന്നു വിറകല്ല, അവിടെ ഞാൻ പോയിട്ട് എന്താക്കി, മൂക്ക് വെച്ച് കൊടുത്തു അല്ലെങ്കിൽ വായി വെച്ച് കൊടുത്തു, അങ്ങനെ ഉള്ളിലേക്ക് പോയി. നമ്മുടെ പ്രവൃത്തി കൊണ്ടാകുമ്പോൾ അവിടെ നോമ്പ് മുറിയും. ഇനി ഈ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുമോ? അത് മാംസത്തിലേക്ക് കൊടുത്താൽ മുറിയുകയില്ല. മാംസക്കട്ടയിലേക്ക്, അതുപോലെ നരമ്പിലേക്ക് കൊടുത്താൽ, പള്ളയിലേക്ക് കൊടുത്താൽ ഇത് ഉൾഭാഗം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ചേരുക. അപ്പൊ പള്ളയിലേക്ക്, വയറ്റിലേക്ക് കൊടുത്തേക്ക് പോകും. അതല്ലാതെ മാംസത്തിലേക്കോ നരമ്പിലേക്ക് കൊടുത്തത് കൊണ്ടും നോമ്പ് മുറിയുകയില്ല. അതുപോലെയാണ് ഗ്ലൂക്കോസ് വെച്ചത് കൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നാണ് പ്രബല അഭിപ്രായം. ഏതുമാവട്ടെ, ഇനി ഒരാള് രക്തം എടുക്കുന്നു, അല്ലെ, ബ്ലഡ് കൊടുക്കാമോ നോമ്പ് പിടിച്ചിട്ട്? കൊടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. പക്ഷേ അവിടെ ചിലപ്പോ നോമ്പ് മുറിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. എനിക്ക് ബ്ലഡ് കൊടുത്തത് എന്താണോ, ചിലപ്പോ അപ്പോഴേ എന്തെങ്കിലും ജ്യൂസ് കുടിക്കണമെന്ന് പറയുന്നു എങ്കിൽ അവിടെ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അവിടെ കറാഹത്തും വരുന്നുണ്ട്. നോമ്പ് ആർക്കെല്ലാം മുറിക്കാം? യജിബുൽ ഫിത്റു ലിഖൗഫി ഹലാകിൻ അലാ നഫ്സിഹി ഔ ഉദ്വിൻ മിൻഹു ഔ അലാ മൻഫഅതിഹി മിൻ ശിദ്ദത്തിൽ മറദ്. സ്വന്തം ശരീരത്തിന്റെ നാശത്തിനെ ഭയപ്പെട്ടാൽ, അഥവാ ഒരു അംഗത്തിന്റെ നാശത്തിനെയോ അതല്ലെങ്കിൽ ഒരു അംഗത്തിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതിനെയോ ഭയപ്പെട്ടാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു, നീ മരിക്കും നോമ്പ് പിടിച്ച്. അതല്ലെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, അതല്ലെങ്കിൽ നിന്റെ ഒരു സൈഡ് ഇല്ലാതെ നോമ്പ് പിടിച്ചു. ഇങ്ങനെ ഒരു അംഗത്തിലേക്കോ അതിന്റെ ഉപകാരമോ നഷ്ടപ്പെടുന്നത് ഭയപ്പെട്ടാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്, കഠിനമായ രോഗമുണ്ട്. ഇനി അതികഠിനമായ വിശപ്പും ദാഹവും സഹിക്കാനാവാത്ത ചില നാടുകളിൽ, അങ്ങനെ അത്രയും ചൂടുള്ള നാടുകളുണ്ട്. ആ ചിലപ്പോ ദീർഘമായ സമയം നോമ്പ് കിട്ടുന്ന നാടുകളുണ്ട്. നമുക്കിപ്പോ നേരെ പകുതി അത്ര അടുത്ത് കിട്ടുന്നുണ്ട്. എത്രയോ 20 മണിക്കൂർ നോമ്പ് കിട്ടുന്ന നാടുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കഠിനമായ ദാഹവും ചൂടും ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. കഠിനമായി ഒരു മുഹ്തറമായ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു ആടോ ഒരു നല്ല നായയോ എന്തായി പൂച്ചയോ വെള്ളത്തിൽ മുങ്ങുന്നു, അവിടെ അത് ചാവാൻ അടുത്താകുന്നു. അപ്പൊ നമുക്ക് പോയി രക്ഷപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താ, വെള്ളത്തിൽ മുങ്ങിയിട്ട് നമ്മൾ നോമ്പ് പോകും. എങ്കിലും അവിടെ നോമ്പൊരിക്കൽ നിർബന്ധമാണ്. ഇനി ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും കുട്ടിയുടെ മേൽ ഭയപ്പെട്ട, കുട്ടിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവും കുട്ടിക്ക്, ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ ഭയപ്പെട്ടാലും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഇനി ജായിസായ സന്ദർഭങ്ങളുണ്ട് നോമ്പ് മുറിക്കൽ. ഒന്ന്,
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗം ബുദ്ധിമുട്ടാണ്. ചെറിയൊരു തലവേദനയോ വയറുവേദന അല്ല, ബുദ്ധിമുട്ടുണ്ട് നോമ്പ് പിടിക്കാൻ, എങ്കിൽ അവിടെ നോമ്പ് മുറിക്കൽ ജായിസാണ്. അതേപോലെ നീളമായ ദീർഘമായ ഹലാലായ യാത്ര, ഇതുകൊണ്ടും നോമ്പ് മുറിക്കൽ ജായിസാണ്. അതേപോലെ നേരത്തെ പറഞ്ഞത് ജീവിയെ രക്ഷപ്പെടുത്താൻ, ഇപ്പോ സ്വത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയൊരു സമ്പത്ത് സ്വത്ത് രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ നോമ്പ് മുറിക്കേണ്ട സന്ദർഭമുണ്ട്. അപ്പോ ജായിസാണ്, മുറിക്കാം. ഇനി യാത്രക്കാരൻ ബുദ്ധിമുട്ടെത്തിയില്ലെങ്കിൽ നോമ്പ് പിടിക്കലാണ് നല്ലത്. ഏതുപോലെ ഇപ്പൊ 132 കിലോമീറ്റർ ആണ് ദീർഘയാത്ര എന്ന് പറയുന്നത്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു 300 കിലോമീറ്റർ പോകാൻ 1-2 മണിക്കൂർ മതി അല്ലെ. എങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എങ്കിൽ നോമ്പ് പിടിക്കലാണ് നല്ലത്. നോമ്പ് പിടിക്കുക ജായിസാണ്, പക്ഷെ നോമ്പ് പിടിക്കലാണ് നല്ലത്. പക്ഷെ യാത്രയിൽ ബുദ്ധിമുട്ടാകുന്നു, എന്തെങ്കിലും ശരീരത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നോമ്പ് മുറിക്കലാണ് നല്ലത്. ബുദ്ധിമുട്ടില്ലാത്ത അവസരത്തിൽ നോമ്പ് പിടിക്കലാണ് നല്ലത് യാത്രക്കാർ. ഇനി രോഗിക്ക് നോമ്പ് മുറിക്കാന്ന് പറഞ്ഞു. പക്ഷേ നോമ്പ് എന്താക്കി ഒരാള് നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചു, നാളെ രാത്രി ഭയങ്കര പനിയായിരുന്നു, എങ്കിൽ സുബൈക്ക് മുമ്പെന്നായി ഫജ്റിന് മുമ്പ് രോഗം ശിഫയായെങ്കിൽ അവിടെ എന്താക്കണം, നിർബന്ധമായിട്ടും നിയത്ത് ചെയ്യണം. ഇനി 10 മണിയാകുമ്പോ സുബൈക്ക് ശേഷം വീണ്ടും രോഗം ഉണ്ടായി, ബുദ്ധിമുട്ടായി, എങ്കിൽ പകുതി നോമ്പ് മുറിക്കാം. ഇനി ചില നാടുകളിൽ ഭയങ്കര ചൂടും പറഞ്ഞില്ല, അതേപോലെ ഭയങ്കര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് ചൂട് സമയത്തിൽ വലിയ കറന്റിന്റെയും മറ്റും പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടാവും. കഷ്ടപ്പെട്ട് അത് ഒരിക്കലും നോക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എങ്കിലും അവിടെ പറയുന്നത് കഠിനമായ ബുദ്ധിമുട്ടുള്ള ഭയങ്കര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും നോമ്പ് ഒരിക്കൽ ജായിസാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് രാത്രി നിയത്ത് ചെയ്യണം, നാളെ നോമ്പ് നോക്കുമെന്ന് നിയത്ത് ചെയ്യണം. അങ്ങനെ നോമ്പ് പിടിക്കണം. പിടിച്ചിട്ട് എവിടേക്ക് എത്തുമ്പോൾ ബുദ്ധിമുട്ട് ഭയങ്കര കഴിയുന്നില്ല എങ്കിൽ അവിടെ നോമ്പ് പിടിക്കുക. അല്ലാതെ എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നോമ്പ് പിടിക്കാതിരിക്കുന്നതല്ല. നിയത്ത് ചെയ്യണം, നോമ്പ് പിടിക്കണം, എന്നിട്ട് ജോലിയിൽ പകുതിയിലെത്തുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് എന്താക്കുക, നോമ്പ് മുറിക്കാം. ഇനി ഫിദിയ കൊടുക്കുന്നതും ഖളാഇന്റെ ആകുന്ന വിഷയം നാളെ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇൽമുകൾ പഠിച്ച് നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീം.